18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം ഇന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എംപിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇരു സഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ഭരണഘടനയിലെ സംസ്ഥാനത്തിന്റെ പേര് മാറ്റാനുള്ള പ്രമേയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. ഗവൺമെന്റ് ഓഫ് കേരള മാറ്റി കേരളം എന്നാക്കണമെന്ന് ആവശ്യം. ബജറ്റിലെ ധനാഭ്യർത്ഥനമേലുള്ള ചർച്ച ഇന്നും തുടരും. മുതലപ്പുഴയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നത് പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും. +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധം കനക്കുന്നു. SFIയും സമരമുഖത്തേക്ക് മലപ്പുറം കളക്ടറേറ്റിലേക്ക് ഇന്ന് മാർച്ച് നടത്തും. ഇതിനിടെ സംസ്ഥാനത്ത് +1 ക്ലാസുകൾക്ക് ഇന്ന് തുടക്കം. ഇതുവരെ പ്രവേശനം ലഭിച്ചത് 3,22,147 കുട്ടികൾക്ക്. ഇനി അവശേഷിക്കുന്നത് 41,222 സീറ്റുകൾ. വയനാട് കേണിച്ചിറയെ ഭീതിയിലാഴ്ത്തിയ കടുവയെ കൂട്ടിലാക്കി വനം വകുപ്പ്. കുടുങ്ങിയത് പശുവിനെ പിടിച്ച സാബുവിന്റെ വീടിന് സമീപത്തുള്ള കൂട്ടിൽ നിന്ന്. കടുവയുടെ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം മാത്രം ചത്തത് 3 പശുക്കൾ. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിച്ചേക്കും. ജാമ്യം സ്റ്റേ ചെയ്ത ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്താണ് ഹർജി. വിചാരണ കോടതി ജാമ്യം അനുവദിച്ചിട്ടും അത് തടഞ്ഞ ഹൈക്കോടതി വിധി റദ്ദാക്കണമെന്ന ആവശ്യം. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ട്. 11 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. ശക്തമായ തിരമാലകൾക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി CRPF ജവാൻ വിഷ്ണുവിന്റെ മൃതദേഹം ഇന്ന് ജന്മനാട്ടിലെത്തിക്കും. മരണം കുഴിബോംബ് സ്ഫോടനത്തിൽ ട്രക്ക് തകർന്ന് അനുശോചനം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാടവന ബസ് അപകടത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന പൂർത്തിയായി. സിഗ്നൽ കണ്ട ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയതാണ് നിയന്ത്രണം നഷ്ടമാകാൻ കാരണമെന്ന് MVD. ഡ്രൈവർ ക്ഷീണിതനായിരുന്നു. ബസിന്റെ പിൻവശത്തെ ഒരു ടയറിന് തേയ്മാനമുണ്ടായിരുന്നുവെന്നും കണ്ടെത്തൽ. മലപ്പുറം കോഴിപ്പുറത്ത് 61 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ. കോഴിപ്പുറം AMLP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് സ്കൂളിൽ വിളമ്പിയ കറിയിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധയെന്ന് സൂചന. തിരുവനന്തപുരം കിളിമാനൂർ തട്ടത്തുമലയിൽ പെട്രോൾ ടാങ്കർ ലോറി മറിഞ്ഞു. ചെറിയ വാതക ചോർച്ചയെന്ന സൂചന. അപകടത്തിൽപ്പെട്ടത് എറണാകുളത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ ടാങ്കർ ലോറി. കലയുടെ കോഴിക്കോട് ഇനി സാഹിത്യ നഗരം. യുനെസ്കോയുടെ രാജ്യത്തെ ആദ്യ സാഹിത്യ നഗരമായി കോഴിക്കോടിനെ പ്രഖ്യാപിച്ചു. അംഗീകാരം ആഘോഷമാക്കി നഗരം. എല്ലാ വർഷവും ജൂൺ 23 സാഹിത്യ നഗര ദിനമായി ആഘോഷിക്കാനും വിവിധ വിഭാഗങ്ങളിൽ സാഹിത്യ പുരസ്കാരങ്ങൾ നൽകുവാനും തീരുമാനം. നെടുമ്പാശ്ശേരിയിൽ 30 കോടി രൂപയുടെ കൊക്കെയിൻ പിടികൂടിയ കേസിന് പിന്നിൽ മെക്സിക്കൻ മാഫിയ. പ്രതികൾ കൊച്ചിയിലെത്തിയത് ബിസിനസ് വിസയിൽ. എത്യോപ്യൻ പൗരത്വമുള്ള ഒമാറി അത്തുമണി ജംഗോയും വെറോണിക്ക അഡ്രഹേം ദുങ്കുവും വിഴുങ്ങിയത് 2 കിലോ വീതം കൊക്കെയിൻ. ഇരുവരും അന്തർദേശീയ ലഹരി മാഫിയയുടെ ഏജന്റുമാർ. മുഖ്യമന്ത്രിയുടെ പെരുമാറ്റത്തിനെതിരെ വീണ്ടും ആഞ്ഞടിച്ച CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി. കമ്മിറ്റി അംഗങ്ങളുടെ വിമർശനം. മന്ത്രി VN വാസവൻ, തോമസ് ഐസക് എന്നീ മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിൽ. ഒരു കമ്മ്യൂണിസ്റ്റിന് ചേർന്നതല്ല മുഖ്യമന്ത്രിയുടെ രീതിയെന്നും വിമർശനം. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെ തുടർന്ന് രാജ്യത്താകെ 63 വിദ്യാർത്ഥികളെ ഡീബാർ ചെയ്ത് ദേശീയ അന്വേഷണ ഏജൻസി. ഇതിൽ 30 പേർ ഗോദ്രയിലെ പരീക്ഷാ കേന്ദ്രത്തിൽ നിന്നുള്ളവരെന്ന് NTA.
ബീഹാറിൽ നിന്നുള്ള 17 വിദ്യാർത്ഥികൾക്കെതിരെയും നടപടി. നീറ്റ് UGCയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസ് CBIക്ക് കൈമാറാൻ ബീഹാർ സർക്കാർ. ഇത് സംബന്ധിച്ച് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കാൻ CBI സംഘം ഉടൻ പട്ന സന്ദർശിക്കും. നീക്കം ഝാർഖണ്ഡിൽ 5 പ്രതികളെ ബീഹാർ പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ. സമാജ്വാദി പാർട്ടി യോഗം ഇന്ന് ചേരും. യോഗം വിളിച്ചത് 3ാം മോദി സർക്കാരിന്റെ ആദ്യ പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി. യോഗം പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിൽ പാർലമെന്റിൽ സ്വീകരിക്കേണ്ട നിലപാടുകളടക്കം ചർച്ച ചെയ്യും. ജനീവയിലെ വില്ലയിൽ ഇന്ത്യക്കാരായ വീട്ടുജോലിക്കാരെ ഉപദ്രവിച്ചുവെന്ന കേസിൽ ഹിന്ദുജ ഗ്രൂപ്പ് കുടുംബത്തിലെ 4 പേർക്ക് 4.5 വർഷം വീതം തടവ് ശിക്ഷ. സ്വിസ് കോടതി ശിക്ഷ വിധിച്ചത് ഇന്ത്യൻ വംശജനും പ്രമുഖ വ്യവസായിയുമായ പ്രകാശ് ഹിന്ദുജ, ഭാര്യ, മകന്റെ ഭാര്യ എന്നിവർക്കെതിരെ നിയമവിരുദ്ധമായി തൊഴിൽ ചെയ്യിപ്പിച്ചു, ജോലിക്കാരെ ഉപദ്രവിച്ചു തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയത്. ഖത്തറിൽ നിന്നും യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഒരുങ്ങി ഇന്ത്യ. ഖത്തറിന്റെ കൈവശമുള്ള 12 സെക്കൻഡ് ഹാൻഡ് മിറാഷ് 2000 യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് കൈമാറാൻ ചർച്ചകൾ പുരോഗമിക്കുന്നു. 12 വിമാനങ്ങൾക്ക് 5000 കോടിയോളം രൂപയാണ് ഖത്തർ ആവശ്യപ്പെടുന്ന തുക. ഖത്തറിൽ നിന്നുള്ള വിമാനങ്ങൾ കൂടി വാങ്ങുന്നതോടെ ഇന്ത്യയുടെ കൈവശമുള്ള മിറാഷ് യുദ്ധവിമാനങ്ങളുടെ എണ്ണം 60 ഉയരും. നെയ്യാറ്റിൻകരയിൽ വീടിന്റെ കതക് പൊളിച്ച് മോഷണത്തിൽ പ്രതി പിടിയിൽ. വിവിധ ജില്ലകളിൽ ഉൾപ്പെടെ 16ലധികം കേസുകളിൽ പ്രതിയായ നേമം പൊന്നുമംഗലത്ത് നവാസിനെയാണ് പിടികൂടിയത്. ആലുവയിൽ ഇയാൾക്കെതിരെ അതിഥി തൊഴിലാളിയെ തട്ടിക്കൊണ്ടുപോയതിനും കേസുണ്ട്. കഴിഞ്ഞ ദിവസം വാഹന പരിശോധനയ്ക്കിടെ പോലീസിനെ കണ്ട് പ്രതി വാഹനം ഉപേക്ഷിച്ച് ഓടുകയായിരുന്നു. ഓട്ടത്തിൽ പന്തികേട് തോന്നിയ പോലീസ് പിന്നാലെ ഓടിയാണ് സാഹസികമായി പ്രതിയെ പിടികൂടിയത്. കയ്യിലുണ്ടായ ബാഗ് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് മാരകായുധങ്ങളും 10 പവൻ സ്വർണ്ണാഭരണങ്ങളും പണവും പോലീസ് കണ്ടെത്തിയത്. പരിക്കേറ്റ പലസ്തീൻ പൗരനെ ബോണറ്റിൽ കെട്ടിയിട്ട് ജീപ്പ് ഓടിച്ച ഇസ്രായേൽ സൈന്യം. ഇസ്രായേൽ സൈന്യം മനുഷ്യ കവചമായി ഉപയോഗിച്ചത് മുജാഹിദ് അസ്മി എന്ന പലസ്തീൻ പൗരനെ. ജനീനിൽ ഇസ്രായേൽ നടത്തിയ സൈനിക നടപടിയിലാണ് മുജാഹിദിന് പരിക്കേറ്റത്. സംഭവം വെസ്റ്റ് ബാങ്കിലെ ജനീനിൽ റെയ്ഡ് നടത്തുന്നതിനിടെ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസിൽ അറസ്റ്റിലായ രവി അത്രി മുൻപും സമാന കേസുകളിൽ പ്രതി. UP പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതിന് പിന്നിലും അത്രിയും സംഘവും. ഉത്തർപ്രദേശ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഇയാളെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം. റഷ്യയിൽ ഉക്രൈൻ 10,000-കണക്കിന് ഡ്രോണുകൾ വിക്ഷേപിച്ചതായി റിപ്പോർട്ട്. ആക്രമണം റഷ്യയുടെ പടിഞ്ഞാറൻ മേഖലയായ ബ്രയാൻസ്കിൽ. നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് റഷ്യൻ ഉദ്യോഗസ്ഥർ. GSTയിലെ കൊള്ളലാഭം തടയുന്നതിനുള്ള നടപടികൾ ശക്തമാക്കണമെന്ന് കേരളം. കൊള്ളലാഭ നിയന്ത്രണ സംവിധാനത്തിൽ 2025 ഏപ്രിൽ മുതൽ പുതിയ പരാതികൾ സ്വീകരിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്താനുള്ള നീക്കം പുനഃപരിശോധിക്കണം. മുൻപ് ഒട്ടേറെ ഇനങ്ങളുടെ GST നിരക്കുകൾ 28-ൽ നിന്ന് 18% കുറച്ചതിന്റെ പ്രയോജനം ഉപഭോക്താക്കൾക്ക് കിട്ടിയില്ലെന്നത് കേരളം ഉദാഹരണ സഹിതം വിവരിച്ചു. കേന്ദ്ര ബജറ്റ് അവതരണത്തിനു ശേഷം എല്ലാ കാര്യങ്ങളിലും കൂടുതൽ പരിശോധനകൾ തുടരാമെന്നും അടുത്ത ആഗസ്റ്റിലോ സെപ്റ്റംബറിലോ അടുത്ത കൗൺസിൽ യോഗം ചേരാനും ധാരണയായതായും ധനമന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കി. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വിഷയത്തിൽ റിട്ടേണുകൾ കൃത്യമായ സമയത്ത് നൽകാത്തതുമൂലം നോട്ടീസ് ലഭിച്ച വ്യാപാരികൾക്ക് കൃത്യമായ കണക്ക് ലഭ്യമാക്കാൻ ഒരു അവസരം കൂടി നൽകുവാൻ തീരുമാനം. 2021 വരെയുള്ള റിട്ടേണുകളിൽ ഇൻപുട്ട് ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട നോട്ടീസ് ലഭിച്ച വ്യാപാരികൾക്കാണ് ഈ സൗകര്യം. മനഃപൂർവ്വമായ നികുതി വെട്ടിപ്പ് ഇല്ലാത്ത നോട്ടീസുകൾക്ക് പലിശയും പിഴയും കൂടാതെ നികുതി ബാധ്യത തീർക്കുന്നതിനും അനാവശ്യമായ കുറേ നിയമ നടപടികൾ ഒഴിവാക്കുന്നതിനുമുള്ള തീരുമാനവും കൗൺസിലിലുണ്ടായി.
GSTയിലെ കേന്ദ്ര സംസ്ഥാന നികുതി പങ്കുവയ്ക്കൽ അനുപാതം പുനഃപരിശോധിക്കണമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. നിലവിൽ 50:50 എന്നതാണ് അനുപാതം. ഇത് 40:60 മാറ്റണമെന്നും GSTയുടെ 60% സംസ്ഥാനങ്ങൾക്ക് ഉറപ്പാക്കണമെന്നും GST കൗൺസിൽ യോഗത്തിൽ ധനമന്ത്രി KN ബാലഗോപാൽ ആവശ്യപ്പെട്ടു. കശുവണ്ടി തൊഴിലാളികളുടെ ജോലിയും കൂലിയും സംരക്ഷിക്കുവാൻ ഗവൺമെന്റ് ഇടപെടണമെന്ന് AA അസീസ്. തകർന്നുകൊണ്ടിരിക്കുന്ന കശുവണ്ടി വ്യവസായം സംസ്ഥാനത്ത് നിലനിർത്തുവാൻ ഗവൺമെന്റ് ഇടപെടണമെന്ന് AA അസീസ് വ്യക്തമാക്കി. കശുവണ്ടി ജീവനക്കാരുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അസീസ്. പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് പാരിപ്പള്ളി രവീന്ദ്രൻ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരണം. പരവൂർ പുറ്റിങ്ങൽ കേസിൽ ഉൾപ്പെടെ നിരവധി കേസുകളുടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിരുന്നു അദ്ദേഹം. KPCC പ്രസിഡന്റ് K. സുധാകരനെതിരായ കോടതിയലക്ഷ്യ കേസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഷുഹൈബ് വധക്കേസ് CBIക്ക് വിട്ടത് റദ്ദാക്കിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ തീരുമാനത്തിനെതിരായ വിവാദ പരാമർശത്തിൽ നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. കോടതിയലക്ഷ്യ കേസിൽ തുടർന്ന് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് K. സുധാകരന്റെ ഉപഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. മസ്കറ്റിൽ നിന്ന് ചെന്നൈയിലേക്ക് സർവീസ് പ്രഖ്യാപിച്ച സലാം എയർ. സർവീസ് ആരംഭിക്കുക ജൂലൈ 11 മുതൽ 2 ദിവസങ്ങളിലാണ് സർവീസ്. കായലിന് കുറുകെയുള്ള കേരളത്തിലെ ഏറ്റവും വലിയ പാലം പെരുമ്പളത്ത് യാഥാർത്ഥ്യമാവുന്നു. ഈ വർഷം അവസാനത്തോടെ പാലം തുറന്നുകൊടുക്കും. ഇതോടെ പെരുമ്പളം നിവാസികളുടെ വർഷങ്ങളായുള്ള യാത്രാ ദുരിതമാണ് അവസാനിക്കുന്നത്. 100 കോടിയാണ് പാലത്തിന്റെ ചിലവ്. ISROയുടെ പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനം RLVയുടെ 3ാം ലാൻഡിംഗ് പരീക്ഷണം വിജയകരം. കർണാടകയിലെ ചിത്രദുർഗയിലെ DRDO എയറോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ചിൽ വെച്ചായിരുന്നു പരീക്ഷണം. RLVയെ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഓർബിറ്റൽ റീ എൻട്രി പരീക്ഷണമാണ് അടുത്ത ലക്ഷ്യം. ഡൽഹിയിൽ ബർഗർ കിങ് ഔട്ട്ലെറ്റിൽ നടന്ന വെടിവെപ്പിൽ കൊല്ലപ്പെട്ട യുവാവിനെ ഹണി ട്രാപ്പ് ചെയ്ത് യുവതി സ്ഥലത്തെത്തിച്ചതായാണെന്നാണ് പോലീസ്. ലേഡി ഡോൺ എന്നറിയപ്പെടുന്ന അനു എന്ന യുവതിക്കായി തെരച്ചിൽ ശക്തം. ജമ്മു കശ്മീരിലെ കത്ര റെയിൽവേ സ്റ്റേഷനിൽ യുവതി കണ്ടതായി സൂചന. നീലഗിരിയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ജൂൺ 30 വരെ പാസ് നിർബന്ധം. എല്ലാ ചെക്ക് പോസ്റ്റുകളിലും കർശന പരിശോധന തുടരും. വേനൽക്കാലത്ത് ഹിൽ സ്റ്റേഷനുകളിലേക്കുള്ള സന്ദർശകരുടെ എണ്ണത്തെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ ലഭ്യമാകുന്നതിനാണ് പാസ് സംവിധാനം ഏർപ്പെടുത്തിയതെന്ന് ജില്ലാ ഭരണകൂടം. TDP അധികാരത്തിലേറിയതിന് പിന്നാലെ 4 പ്രമുഖ ചാനലുകൾ സംപ്രേഷണം ചെയ്യുന്നത് അവസാനിപ്പിച്ച ആന്ധ്രാപ്രദേശിലെ കേബിൾ ഓപ്പറേറ്റർമാർ. കേബിൾ ഓപ്പറേറ്റർമാർക്ക് യാതൊരുവിധ നിർദ്ദേശവും നൽകിയിട്ടില്ലെന്ന് സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം. സംപ്രേഷണം നിർത്തിയത് TV9, സാക്ഷി TV, NTV, 10TV തുടങ്ങിയ ചാനലുകൾ. കേരളത്തിലെ 24 ആസ്തികൾ വിൽക്കാനുള്ള നടപടികൾ തുടങ്ങി BSNL. ആലുവ ചൂണ്ടിയിലെ BSNL ടെലിഫോൺ എക്സ്ചേഞ്ച് പ്രവർത്തിച്ചിരുന്ന 2.22 ഏക്കർ വരുന്ന ഭൂമി ലേലത്തിൽ വെച്ചു. 16 കോടി രൂപയാണ് അടിസ്ഥാന തുക. ഭൂമി വിൽപ്പനയിലൂടെ കേരളത്തിൽ നിന്ന് 60 കോടി രൂപ സമാഹരിക്കുകയാണ് BSNLന്റെ ലക്ഷ്യം. M-Camp ഇനത്തിൽ വിപണി മൂലധനത്തിൽ 1.06 ലക്ഷം കോടി രൂപ നേട്ടമുണ്ടാക്കി 3 മുൻനിര കമ്പനികൾ. HDFC ബാങ്ക്, ICICI ബാങ്ക്, ഇൻഫോസിസ് എന്നിവയാണ് മികച്ച നേട്ടമുണ്ടാക്കിയത്. ഏറ്റവും മൂല്യമുള്ള സ്ഥാപനങ്ങളുടെ റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നിലനിർത്തി റിലയൻസ് ഇൻഡസ്ട്രീസ്. കൊല്ലം റൂറൽ ജില്ലാ പോലീസ് ആസ്ഥാന മന്ദിരത്തിന്
ISO അംഗീകാരം. ISO ഡയറക്ടർ N ശ്രീകുമാറിൽ നിന്ന് റൂറൽ ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു അംഗീകാരം ഏറ്റുവാങ്ങി. ഹരിതചട്ടങ്ങൾ പാലിക്കൽ, ഓഫീസും പരിസരവും വൃത്തിയായി സൂക്ഷിക്കൽ, അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കൽ, വിശ്രമമുറി ഒരുക്കൽ, മാലിന്യ നിർമ്മാർജ്ജനം, പൊതുജനങ്ങളുമായുള്ള ഇടപെടൽ തുടങ്ങിയ ഒട്ടേറെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് അംഗീകാരം. ക്യാമ്പസുകൾക്ക് പുറത്തുള്ള സ്റ്റുഡൻസ് ഹോസ്റ്റലുകളിലെ താമസത്തിന് GST ഒഴിവാക്കി. പ്രതിമാസം 20,000 രൂപയിൽ താഴെയുള്ള താമസത്തിനാണ് GST ഒഴിവാക്കിയത്. 90 ദിവസമെങ്കിലും തുടർച്ചയായി താമസിക്കുന്നവർക്ക് മാത്രമേ ഇളവ് ലഭ്യമാകൂ. ക്രെറ്റയുടെ വിജയകരമായ തുടക്കത്തിന് ശേഷം ഇന്ത്യൻ വിപണിയിൽ അടുത്ത കരുനീക്കവുമായി ഹ്യുണ്ടായി. ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ക്രെറ്റയുടെ 7 സീറ്റർ വണ്ടിയായ അൽകാസർ ഫെയ്ത്ത് ലിഫ്റ്റ് അവതരിപ്പിക്കാനൊരുങ്ങി ഹ്യുണ്ടായി. ലോഞ്ച് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. വാഹനം ലഭ്യമാകുന്നത് 3 എഞ്ചിൻ ഓപ്ഷനുകളിൽ. എമിഷൻ മാനദണ്ഡങ്ങൾ വിലക്ക് കൽപ്പിക്കുന്നതുവരെ ഡീസൽ എഞ്ചിനുകളുടെ നിർമ്മാണം തുടരുമെന്ന് ടാറ്റ. വിപണിയിൽ പുത്തൻ ഇന്ധനങ്ങളും സർക്കാർ പുത്തൻ സാങ്കേതിക വിദ്യകളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിലും ഡീസൽ എഞ്ചിനുകളോടുള്ള ഉപഭോക്താക്കളുടെ താൽപര്യം മാനിച്ചാണ് കമ്പനിയുടെ തീരുമാനം. ടാറ്റയുടെ ഡീസൽ കാറുകളുടെ വിൽപ്പനയിൽ വളർച്ച രേഖപ്പെടുത്തിയതോടെയാണ് കമ്പനി നിലപാട് അറിയിച്ചത്. ഇന്ത്യയിൽ പരീക്ഷണ ഓട്ടം ആരംഭിച്ച ഓഡി Q6 e-tron ഇലക്ട്രിക് SUV. Q6 e-tron SUV എത്തുന്നത് 83 കിലോവാട്ട് ബാറ്ററി പാക്കുമായി. 625 കിലോമീറ്റർ റേഞ്ചാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. 382 bhp കരുത്തിൽ 5.9 സെക്കൻഡിൽ മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗത കൈവരിക്കും. SUV സെഗ്മെന്റിൽ വിൽപ്പനയിൽ പുരോഗതി നേടി ടൊയോട്ട ഫോർച്യൂണർ. 2024 മെയ്യിൽ 2887 യൂണിറ്റ് ഫോർച്യൂണർ കാറുകളാണ് വിറ്റത്. 2023 2422 യൂണിറ്റ് വിറ്റ സ്ഥാനത്താണ് കമ്പനിയുടെ കുതിച്ചുചാട്ടം. 16% വണ്ടിയുടെ വാർഷിക വളർച്ച. 2.7 ലിറ്റർ പെട്രോൾ, 2.8 ലിറ്റർ ഡീസൽ എന്നിങ്ങനെ 2 എഞ്ചിൻ ഓപ്ഷനുകളിൽ എത്തുന്ന ഫോർച്യൂണർ ടൊയോട്ടയുടെ ഏറ്റവും ഹിറ്റായ മോഡലാണ്. ശ്രീലങ്കൻ കടലിൽ നെടുന്തീവിന് സമീപം 22 തമിഴ്നാട് മത്സ്യത്തൊഴിലാളികളെ അറസ്റ്റ് ചെയ്ത ശ്രീലങ്കൻ നാവികസേന. പാർക്ക് ബേ കടൽ മേഖലയിൽ മത്സ്യബന്ധനം നടത്തുന്നതിനിടെയാണ് അറസ്റ്റ്. എല്ലാ മത്സ്യത്തൊഴിലാളികളെയും ഉടൻ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കറിന് കത്തെഴുതി. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ ഭരണകൂടം, ജില്ലാ സ്പോർട്സ് കൗൺസിൽ, ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഒളിമ്പിക് റൺ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. കൂട്ടയോട്ടം മലപ്പുറം MSB സ്കൂൾ ഗ്രൗണ്ട് മുതൽ കോട്ടപ്പടി സ്റ്റേഡിയം വരെയാണ് നടന്നത്. ചടങ്ങിൽ ജില്ലാ കളക്ടർ VR വിനോദ്, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് VP അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. അനൂപ് മേനോൻ, ധ്യാൻ ശ്രീനിവാസൻ, ഷിലു എബ്രഹാം എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തുന്ന ചിത്രം ഇടി മിന്നലിന്റെ ഫസ്റ്റ് ലുക്ക് മോഷൻ പോസ്റ്റർ പുറത്ത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പശ്ചാത്തലത്തിൽ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് മനോജ് പാലോട്. വിമാനത്തിന്റെ വലുപ്പമുള്ള ചിഹ്നഗ്രഹം ഭൂമിക്ക് തൊട്ടരുകിയെന്ന നാസയുടെ മുന്നറിയിപ്പ്. 2024 KN-1 എന്ന ചിഹ്നഗ്രഹമാണ് ഇന്ത്യൻ സമയം ഞായറാഴ്ച രാത്രി 11:39 ഭൂമിക്ക് അരികിലൂടെ കടന്നുപോയത്. ഭൂമിക്ക് സമീപത്തു കൂടിയാണ് ചിഹ്നഗ്രഹം കടന്നു പോകുന്നതെങ്കിലും ഭൂമിക്ക് അപകടകരമല്ലെന്ന് ശാസ്ത്രജ്ഞർ പറഞ്ഞു. ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഇസ്രായേലിൽ തോക്കുപയോഗത്തിന് സ്ത്രീകളുടെ അപേക്ഷയിൽ വൻ വർധനവ്. 42,000-ഓളം സ്ത്രീകൾ തോക്ക് ഉപയോഗിക്കുന്നതിനുള്ള അനുമതിക്ക് വേണ്ടി അപേക്ഷിച്ചതായി റിപ്പോർട്ട്. ഇതിൽ 18,000 പേർക്ക് അനുമതി നൽകിയതായി സുരക്ഷാ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ടൈംസ് നൗ റിപ്പോർട്ട് ചെയ്തു.
ശുചിദിനാഘോഷം സംഘടിപ്പിച്ച് പത്തനംതിട്ട ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷൻ. തിരുവല്ല MGM ഹൈസ്കൂളിൽ നിന്നും ആരംഭിച്ച കൂട്ടിയോട്ടം ആന്റണി MP ഫ്ളാഗ് ഓഫ് ചെയ്തു. അണ്ടർ 16 ഗേൾസ് ഫുട്ബോൾ ടീമിലെ ഏക മലയാളി സാന്നിധ്യം സ്നേഹ സജി ദീപശിഖയെത്തി. തിരുവല്ല മുനിസിപ്പൽ ഓപ്പൺ സ്റ്റേജിലായിരുന്നു സമാപന സമ്മേളനം. പച്ചത്തുരുത്ത് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച മൃഗസംരക്ഷണ ക്ഷീര വികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. എല്ലാവർക്കും വീടെന്ന സർക്കാർ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്ന കേരളത്തിൽ വീടുകളെല്ലാം ശുദ്ധമായ പ്രാണവായു നൽകുന്ന ഓരോ ചെറു പച്ചത്തുരുത്തുകൾ ആക്കുവാനും സാധിക്കണമെന്ന് മന്ത്രി. വിഖ്യാത ചലച്ചിത്ര പിന്നണി ഗായകൻ SP ബാലസുബ്രഹ്മണ്യത്തിന് പാലക്കാടിന്റെ മണ്ണിൽ വെങ്കല പ്രതിമ ഒരുങ്ങും. ശില്പനിർമ്മാണം ശില്പി ഉണ്ണി കാനായിയുടെ നേതൃത്വത്തിലാണ്. ശില്പനിർമ്മാണം സ്വസിദ്ധമായ പുഞ്ചിരിയോടെ തൊഴുത് കൈകൂപ്പി നിൽക്കുന്ന ഭാവത്തിൽ 10 അടി ഉയരത്തിലാണ് പ്രതിമ നിർമ്മാണം. 4 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുവാനും തീരുമാനം. സൗദി അറേബ്യയിലെ ജസാൻ മേഖലയിൽ ഇനി മുല്ലപ്പൂ സീസൺ. ജസാൻ മേഖലയിൽ 950 ഏക്കറിലാണ് മുല്ലപ്പൂ കൃഷി. വ്യാപാരം ലാഭകരമാക്കാൻ മുല്ലപ്പൂ വ്യാപകമായി നട്ടുനനയ്ക്കുകയാണ് കർഷകർ. കൃഷിക്കായി കർഷകർക്ക് താങ്ങും തണലും മികച്ച പിന്തുണയുമായി പരിസ്ഥിതി ജല കൃഷി മന്ത്രാലയവും രംഗത്ത്. കേരളത്തിന്റെ റബ്ബർ കൃഷി പെരുമയ്ക്ക് നിറം മങ്ങുന്നു. റബ്ബർ കൃഷിയിലും ഉൽപാദനത്തിലും സംസ്ഥാനത്ത് വലിയ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ആകെ കൃഷിഭൂമിയിൽ 22% റബ്ബർ 3 വർഷത്തിനുള്ളിൽ 19% ഇടിഞ്ഞു. റബ്ബർ ഉൽപാദനത്തിന്റെ ദേശീയ കണക്കുകളിലും കേരളം പിന്നോട്ടാണ്. കണ്ണൂർ ചെറുപുഴയിൽ കനത്ത മഴയിൽ വീടിന് മുകളിലേക്ക് സമീപത്തെ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു. മണ്ണും കല്ലും വീണ് വീടിന് കേടുപാടുണ്ടായി. സമീപത്തെ മറ്റൊരു വീടും അപകടാവസ്ഥയിൽ. മലബാറിലെ +1 സീറ്റ് കുറവ് പരിഹരിക്കണമെന്ന INL പാലക്കാട് ജില്ലാ കൗൺസിൽ കൺവെൻഷൻ. 3ാം അലോട്ട്മെന്റിലും പ്രവേശനം ലഭിച്ചിട്ടില്ല എന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. സംസ്ഥാന സെക്രട്ടറി അഷ്റഫ് അലി വല്ലപ്പുഴ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറി ബഷീർ PV അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. ഇടുക്കി അയ്യപ്പൻ കോവിലിൽ 2 മുറിയുള്ള വീടിന് 34,165 രൂപയുടെ വൈദ്യുതി ബില്ല്. ബില്ലടയ്ക്കാനാകാതെ വന്നതോടെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു KCB. മേരിക്കുളം ആലക്കൽ കൂലിപ്പണി ചെയ്ത് കുടുംബം പോറ്റുന്ന അഗസ്ത്യയുടെ കുടുംബത്തിനാണ് ഈ ദുരവസ്ഥ. കോഴിക്കോട് കോർപ്പറേഷന്റെ വജ്ര ജൂബിലി പുരസ്കാരം സാഹിത്യകാരൻ MT വാസുദേവൻ നായർക്ക്. സാഹിത്യ നഗരി പ്രഖ്യാപനത്തിന്റെ ഭാഗമായാണ് കോഴിക്കോട് കോർപ്പറേഷൻ പുരസ്കാരം സമ്മാനിച്ചത്. അനാരോഗ്യം മൂലം വിശ്രമിക്കുന്ന MTക്ക് മന്ത്രി MP രാജേഷ് വീട്ടിലെത്തിയാണ് പുരസ്കാരം സമർപ്പിച്ചത്. കടുവാഭീതിയിൽ വണ്ടിപ്പെരിയാർ തങ്കമല മാട്ടുപ്പെട്ടി ജനവാസ മേഖല. കടുവയുടെ കാൽപ്പാടുകൾ കണ്ടതിനെ തുടർന്ന് വനം വകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ കടുവയുടെ ദൃശ്യം പതിഞ്ഞു. പ്രദേശത്തെ 30 കുടുംബങ്ങളുടെ ജീവന് ഭീഷണിയായ കടുവയെ കെണിവെച്ച് പിടികൂടണമെന്ന ആവശ്യവുമായി നാട്ടുകാരും രംഗത്തെത്തി. തിരുവനന്തപുരം ശ്രീകാര്യത്ത് 2 അംഗ സംഘം മാരകായുധങ്ങളുമായി വീട് ആക്രമിച്ചു. കല്ലമ്പള്ളി സ്വദേശികളായ അരുൺ, രാജീവ്, അനിൽകുമാർ എന്നിവരുടെ വീടുകൾക്ക് നേരെയാണ് അക്രമമുണ്ടായത്. ആക്രമണത്തിന് പിന്നിലെ കാരണമറിയാത്തതിന്റെ ഞെട്ടലിലാണ് വീട്ടുകാരും നാട്ടുകാരും. സംഭവത്തിൽ ശ്രീകാര്യം പോലീസ് അന്വേഷണം ആരംഭിച്ചു. തെറ്റിൽ നിന്ന് തെറ്റിലേക്കാണ് പിണറായി വിജയന്റെ സഞ്ചാരമെന്ന മുൻ MP K മുരളീധരൻ. തൃശൂരിലെ BJPയുടെ വിജയത്തിന് വഴിയൊരുക്കിയത് CPIM. കരുവന്നൂർ കേസിൽ നിന്ന് തലയൂരാൻ വേണ്ടിയാണിതെന്നും മുരളീധരൻ.
TP കേസിലെ പ്രതികളിൽ ഒരാളെ പോലും രക്ഷപ്പെടാൻ UDF അനുവദിക്കില്ലെന്നും രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും മുരളീധരൻ. അട്ടപ്പാടി പുളികപതിയിൽ അവശനിലയിൽ കണ്ടെത്തിയ പുലിയെ ഉടൻ കാട്ടിലേക്ക് തുറന്നുവിടില്ല. പുലിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടെങ്കിലും മനുഷ്യരുമായി കൂടുതൽ ഇണങ്ങിയതും പഴയതുപോലെ ഇര തേടാൻ കഴിഞ്ഞേക്കില്ലെന്നുമുള്ള വിലയിരുത്തലുമാണ് ഇത്തരമൊരു തീരുമാനത്തിന് പിന്നിൽ. പുലി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയേക്കുമെന്ന ആശങ്കയും വനം വകുപ്പിനുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിക്കെതിരായ KSU പ്രതിഷേധം. KSU ജില്ലാ പ്രസിഡന്റിനെ വീട് വളഞ്ഞ് കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാറിനെയാണ് കസ്റ്റഡിയിലെടുത്തത്. പിടികൂടിയത് നെയ്യാറിലെ വീട്ടിൽ നിന്നും. നടപടി ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന്. +1 സീറ്റ് പ്രതിസന്ധിയിൽ KSU വിദ്യാഭ്യാസ മന്ത്രിയെ വഴിയിൽ തടഞ്ഞിരുന്നു. പാലക്കാട് CPM ജില്ലാ കമ്മിറ്റിയിൽ AK ബാലനെതിരെ രൂക്ഷ വിമർശനം. ചിഹ്നം സംരക്ഷിക്കുവാൻ വോട്ട് പിടിക്കണമെന്ന പരാമർശം തിരിച്ചടിയായി. അഭിപ്രായം പാർട്ടിയെ ജനങ്ങൾക്കിടയിൽ പരിഹാസ്യമാക്കി. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് EP ജയരാജൻ അനാവശ്യ വിവാദമുണ്ടാക്കിയെന്നും വിമർശനം. ലോകോത്തര നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന നേത്ര ചികിത്സാ കേന്ദ്രമായ ദി ഐ ഫൗണ്ടേഷൻ കോഴിക്കോടും പ്രവർത്തനം ആരംഭിച്ചു. തൊണ്ടയാട് ആരംഭിച്ച ആശുപത്രിയുടെയും വിവിധ സ്പെഷ്യാലിറ്റി യൂണിറ്റുകളുടെയും ഉദ്ഘാടനം MLA തോട്ടത്തിൽ രവീന്ദ്രൻ നിർവഹിച്ചു. വ്യത്യസ്ത നിലകളിലായി അതിനൂതന സൗകര്യങ്ങളോടെ പ്രവർത്തിക്കുന്ന ആശുപത്രിയിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനമാണ് ലഭ്യമാക്കിയിട്ടുള്ളത്. മിൽമയിലെ ശമ്പള പരിഷ്കരണത്തിൽ യൂണിയൻ ഭാരവാഹികളുമായി ലേബർ കമ്മീഷണർ ഇന്ന് ചർച്ച നടത്തും. ചർച്ച പരാജയപ്പെട്ടാൽ അർദ്ധരാത്രി മുതൽ എല്ലാ മിൽമ ഡയറികളും പണിമുടക്കുമെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കൾ അറിയിച്ചു. അതേസമയം പണിമുടക്ക് ആരംഭിച്ചാൽ സംസ്ഥാനത്തെ 10.69 ലക്ഷം ക്ഷീര കർഷകരാണ് പ്രതിസന്ധിയിലാവുന്നത്. പുനെയിൽ 13-കാരിയെ പീഡിപ്പിച്ച അച്ഛനും അമ്മാവനും പിതൃ സഹോദരന്റെ മകനും ഉൾപ്പെടെ അറസ്റ്റിൽ. സ്കൂളിൽ നടന്ന ലൈംഗിക വിദ്യാഭ്യാസ സെഷനിനിടെയാണ് പെൺകുട്ടി ദുരനുഭവം പങ്കുവച്ചത്. 1 വർഷമായി പെൺകുട്ടി തുടർച്ചയായ പീഡനത്തിനിരയായി. പിതൃ സഹോദരൻ ക്രൂരമായി മർദ്ദിച്ചെന്നും പെൺകുട്ടി മൊഴി നൽകി. ജമ്മുവിൽ വൻ തീപിടുത്തം. 20-ലേറെ കുടിലുകൾ കത്തിനശിച്ചു. 2 ഡസനിലധികം കുടിലുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും അധികൃതർ. അഗ്നിശമന സേനയും അത്യാഹിത വിഭാഗവും സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കിയതായും അധികൃതർ അറിയിച്ചു. ഞായറാഴ്ച വൈകുന്നേരം 6:50ഓടെ ത്രികൂട നഗറിലെ ഈസ്റ്റ് കോളനിയിലാണ് അഗ്നിബാധയുണ്ടായത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. എല്ലാ മുൻ ഒളിമ്പ്യന്മാർക്കും മെഡിക്കൽ ഇൻഷുറൻസും പെൻഷൻ പദ്ധതിയും ആരംഭിക്കാൻ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ നിർദ്ദേശം. മസ്തിഷ്കാഘാതം സംഭവിച്ച രോഗബാധിതനായ ഇന്ത്യൻ അമ്പെയ്ത്ത് താരം ലിംബ റാമിന്റെ ദയനീയാവസ്ഥയെ തുടർന്നാണ് സ്പോർട്സ് ബോർഡിയുടെ പ്രസിഡന്റ് PT ഉഷയുടെ നിർദ്ദേശം. സിന്ധു നദീജല ഉടമ്പടി പ്രകാരം ജമ്മു കാശ്മീരിലെ 2 ജലവൈദ്യുത പദ്ധതികൾ പാകിസ്ഥാൻ പ്രതിനിധി സംഘം സന്ദർശിക്കും. ഇതിനായി സംഘം കാശ്മീരിലെത്തി 5 വർഷത്തിന് ശേഷമാണ് പാകിസ്ഥാൻ പ്രതിനിധി ജമ്മു കാശ്മീരിൽ സന്ദർശനം നടത്തുന്നത്. BRS MLA സഞ്ജയ് കുമാർ കോൺഗ്രസിൽ. തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിൽ ചേരുന്ന 5ാമത്തെ BRS MLA ആണ് കുമാർ. വരും ദിവസങ്ങളിൽ കൂടുതൽ BRS MLA-മാർ കോൺഗ്രസിൽ ചേരുമെന്ന് അഭ്യൂഹം. ബോളിവുഡ് താരം സൊനാക്ഷി സിൻഹയും സഹീർ ഇക്ബാലും ഞായറാഴ്ച വിവാഹിതരായി. സൊനാക്ഷിയുടെ വസതിയിൽ നടന്ന ലളിതമായ ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത്. തുടർന്ന് നടന്ന റിസപ്ഷനിൽ നിരവധി ബോളിവുഡ് താരങ്ങൾ പങ്കെടുത്തു. വടക്കൻ സിക്കിമിലെ അതിർത്തി ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കാൻ ഇന്ത്യൻ സൈന്യം 150 അടി ഉയരത്തിൽ പാലം നിർമ്മിച്ചു. മഴയിൽ തകർന്ന അതിർത്തി ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കാനാണ് പാലം പണിയുന്നത്. കരസേനയുടെ ത്രിശക്തി കോർപ്സ് എഞ്ചിനീയർ വിഭാഗമാണ് നിർമ്മാണത്തിന് പിന്നിൽ.
വർഷം ഹജ്ജിനിടെ മരിച്ചവരുടെ എണ്ണം 1300 കടന്നു. മരിച്ചവരിൽ 83% പേരും അനധികൃതമായി ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുത്തവരാണെന്ന് സൗദി ഭരണകൂടം. മതിയായ രേഖകളോ അനുമതിയോ ഇല്ലാതെ എത്തിയ ഇവർ ഹജ്ജ് നിർവഹിച്ചത് മതിയായ സുരക്ഷയോ വിശ്രമ സൗകര്യങ്ങളോ ഇല്ലാതെയെന്നും അധികൃതർ. നിരവധി പേർ ഇപ്പോഴും ചികിത്സയിലാണ്. യൂറോ കപ്പിൽ സ്കോട്ട്ലൻഡിനെ കീഴടക്കിയ ഹംഗറി. ജയം എതിരില്ലാത്ത ഒരു ഗോളിന്. വിജയ ഗോൾ നേടി കെവിൻ സിസോബോത്ത്. യൂറോ കപ്പിൽ നിന്ന് സ്കോട്ട്ലൻഡ് പുറത്ത്. യൂറോ കപ്പിൽ സ്വിറ്റ്സർലൻഡിനെ സമനിലയിൽ തളച്ച് ജർമ്മനി. ഗോൾ നേടിയത് ഇഞ്ചുറി ടൈമിൽ. രക്ഷകനായ നിക്ലാസ് ഫുൾക്രൂക്ക്. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. T20 ലോകകപ്പിൽ സെമി ഉറപ്പിച്ച ഇംഗ്ലണ്ട് ആതിഥേയരായ അമേരിക്കയെ തകർത്തത് 10 വിക്കറ്റിന്. T20 ലോകകപ്പിൽ ചരിത്രം എഴുതി ക്രിസ് ജോർഡൻ. ഹാട്രിക് നേടുന്ന ആദ്യ ഇംഗ്ലണ്ട് താരമെന്ന നേട്ടം സ്വന്തമാക്കി. ആസ്റ്റൺ വില്ല താരം ഒമാരി കില്ലിമാനെ സ്വന്തമാക്കാൻ ചെൽസി. ഏകദേശം 19 മില്യൺ പൗണ്ടാണ് ക്ലബിന്റെ ഓഫർ. 2031 വരെയാണ് കരാർ ഒപ്പിടുക. പ്രീമിയർ ലീഗിലും യൂറോപ്പ കോൺഫറൻസ് ലീഗിലും താരം അരങ്ങേറ്റം കുറിച്ചു. ദക്ഷിണാഫ്രിക്കയെ തൂത്തുവാരി ഇന്ത്യൻ വനിതകൾ. മൂന്നാം ഏകദിനത്തിൽ 6 വിക്കറ്റ് ജയം. ദക്ഷിണാഫ്രിക്കയെ ഉയർത്തി 214 റൺസ് വിജയലക്ഷ്യം 41 ഓവറിൽ മറികടന്നു. അർദ്ധ സെഞ്ചുറി നേടിയ സ്മൃതി മനന്താന പരമ്പരയിലെ താരം. ദീപ്തി ശർമ്മ കളിയിലെ താരം. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ട സൂരജ് രേവണ്ണയെ പരപ്പന അഗ്രഹാര ജയിലിലേക്ക് മാറ്റി. പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡന കേസിലാണ് സൂരജ് അറസ്റ്റിലായത്. ജനതാദൾ പ്രവർത്തകന്റെ പരാതിയിലാണ് നടപടി. ആരോപണങ്ങൾ നിഷേധിച്ചെങ്കിലും മൊഴിയുടെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് സൂരജിനെ അറസ്റ്റ് ചെയ്തത്. 14 ദിവസത്തേക്കാണ് സൂരജിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത്. ഒഡീഷയിലെ ബാലസോറിൽ വർഗീയ സംഘർഷമുണ്ടായ സ്ഥലങ്ങളിൽ കർഫ്യൂവിന് ഇളവ്. സഹദേവ്കുണ്ട മേഖലയിലെ 5 മുതൽ രാത്രി 9 വരെയാണ് ഇളവ് നൽകുന്നത്. ടൗൺ താണ മേഖലയിൽ രാവിലെ 5 മുതൽ ഉച്ചയ്ക്ക് 2 വരെയും കർഫ്യൂവിന് ഇളവ് നൽകിയിട്ടുണ്ട്. T20 ലോകകപ്പ് സൂപ്പർ 8ലെ അവസാന മത്സരത്തിന് ഇന്ത്യ ഇന്നിറങ്ങും. കരുത്തരായ ഓസ്ട്രേലിയയാണ് എതിരാളി. മത്സരം രാത്രി 8-ന് സെന്റ് ലൂസിയിൽ. കോപ്പ അമേരിക്ക ജയത്തോടെ തുടങ്ങി അമേരിക്ക. ബൊളീവിയയെ കീഴടക്കിയത് എതിരില്ലാത്ത 2 ഗോളിന്. ക്രിസ്ത്യൻ പിലീസിക്ക, ഫ്ലാരിൻ ബെലോഗൻ എന്നിവർ ഗോൾ നേടി. എവർട്ടൺ സ്ട്രൈക്കർ ലൂയിസ് ഡോബിനെ സ്വന്തമാക്കി ആസ്റ്റൺ വില്ല. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ. 2023-ലാണ് താരം എവർട്ടണിനായി അരങ്ങേറിയത്. ഇംഗ്ലണ്ടിലെ നിരവധി യൂത്ത് ടീമുകൾക്കായി കളിച്ചിട്ടുണ്ട്. യൂറോ കപ്പിൽ ഇന്ന് ഗ്രൂപ്പ് ബി പോര്. ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകാൻ സ്പെയിൻ അൽബേനിയക്കെതിരെ. 2ാം മത്സരത്തിൽ ഇറ്റലി ക്രൊയേഷ്യയെ നേരിടും. നോക്കൌട്ട് സാധ്യത നിലനിർത്താൻ ക്രൊയേഷ്യക്ക് ജയം അനിവാര്യം. 2 മത്സരവും രാത്രി 12:30. ആലപ്പുഴ നീർക്കുന്നം SDV സർക്കാർ UP സ്കൂളിന് ഭീഷണിയായി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി വളപ്പിലെ മാലിന്യ കൂമ്പാരം. പ്രീ പ്രൈമറി മുതൽ 7ാം ക്ലാസ് വരെയുള്ള സ്കൂളിലുള്ളത് 1500 കുട്ടികളാണ്. സ്കൂളിനും ആശുപത്രി വളപ്പിനുമിടയിൽ മതിലിന്റെ അകലം മാത്രമാണുള്ളത്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നത് മതിലിനോട് ചേർന്നാണ്. ആശങ്കയുമായി മാതാപിതാക്കൾ. ലക്ഷദ്വീപിൽ കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ്. ശക്തമായ കാറ്റിൽപ്പെട്ട് കഴിഞ്ഞ ദിവസം ബോട്ടുകൾ തിരികെ കരക്കടുപ്പിച്ചിരുന്നു.
ആലപ്പുഴയിൽ പോലീസ് ഉദ്യോഗസ്ഥർ നേരിടുന്ന മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ പദ്ധതി. ഉദ്യോഗസ്ഥർക്ക് പിന്തുണയും മാർഗനിർദ്ദേശവും നൽകാൻ ജില്ലാ തലത്തിൽ രൂപവത്കരിച്ച സമിതി പുനഃസംഘടിപ്പിച്ചു. കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എസ് സന്തോഷ്, കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KP ധനേഷ് എന്നിവരെ പുതുതായി ഉൾപ്പെടുത്തി. കേരള പത്രപ്രവർത്തക യൂണിയന്റെ കുടുംബമേളയിൽ മാധ്യമങ്ങളെ വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാധ്യമ സ്ഥാപനങ്ങളിൽ അനാരോഗ്യകരമായ മത്സരങ്ങൾ നടക്കുന്നു.